കഴിഞ്ഞ 23-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് ഇന്ന് പൊന്നാനിയിൽ ആരംഭിക്കുന്നത്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചൊക്കെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച നമ്മുടെ NDAയുടെ നേതാവ് വിശദീകരിക്കുകയുണ്ടായി. കേരളം കഴിഞ്ഞ 7.5 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണ്. ഈ ഭരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപവും ഭാരവുമായി മാറിയിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിനെ സഹിച്ച കേരളത്തിലെ ജനങ്ങൾ രണ്ടാം പിണറായി സർക്കാരിനെയും സഹിക്കേണ്ടി വന്നു. അങ്ങനെ സഹിക്കേണ്ടി വന്നത് നമ്മുടെ രാജ്യത്ത് ലോകത്താകമാനം വന്ന ഒരു മഹാമാരിയുടെ ഫലമായിട്ടാണ്. കോവിഡ് എന്ന മഹാമാരി ലോകത്താകമാനം നാശം വിതച്ചപ്പോൾ അത് നമ്മുടെ രാജ്യത്തും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. സത്യത്തിൽ ആ കോവിഡാണ് പിണറായി വിജയന് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരാൻ അവസരം ഒരുക്കിയത്. കോവിഡ് കാലത്ത് ഈ രാജ്യത്ത് ആരും തന്നെ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം, ആ തീരുമാനം കേരളത്തില് പിണറായി വിജയന്റെ കിറ്റായിട്ട് വീടുകളിലെത്തി. സത്യത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ സാമ്പത്തിക വിദഗ്ധയുണ്ട്, മേരി ജോർജ്. ആ മേരി ജോർജ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അവർ പറഞ്ഞു, ഈ കിറ്റിലകത്ത്, അതായത് സഞ്ചിക്കകത്ത് നിറയ്ക്കാനുള്ള എല്ലാ സാധനവും കേന്ദ്രം കൊടുത്തതാണ്. സഞ്ചി മാത്രമാണ് പിണറായി വിജയന്റെ വകയായിട്ടുണ്ടായിരുന്നത്. സഞ്ചിയിൽ നിറയ്ക്കുന്ന സാധനമൊക്കെ കേന്ദ്രം കൊടുത്തു. അത് ഭംഗിയായി സഞ്ചിയിൽ നിറച്ച് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലി അത് കേരളത്തില് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ ഏറ്റെടുത്തു, സർക്കാരിന്റെ സംവിധാനത്തോടുകൂടി. അത് വാങ്ങി വെച്ച ആളുകളൊക്കെ തന്നെ ഇത് പിണറായി വിജയന്റെ സംഭാവനയാണ് എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായി. ആ ധാരണ തിരുത്തുന്നതിൽ സത്യത്തിൽ നമ്മളും പരാജയപ്പെട്ടു. ആ കിറ്റാണ്, അതായത് കേന്ദ്രം കൊടുത്ത കിറ്റാണ് പിണറായി വിജയനെ രണ്ടാമതും അധികാരത്തിൽ കൊണ്ടുവരാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായത്. ആ കിറ്റിലൂടെ ഒരുപാട് നേട്ടങ്ങളാണ് പിണറായി ഉണ്ടാക്കിയത്. തുടർഭരണം കിട്ടുക എന്നുള്ള ഏറ്റവും വലിയ നേട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ എവിടെയും തുടർഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ കോൺഗ്രസിനോ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ തുടർഭരണം കോവിഡ് കാരണം നമ്മുടെ നാട്ടില് CPM-ന് ലഭിച്ചു. സത്യത്തിൽ ഒന്നാം പിണറായി സർക്കാരിനെ സഹിച്ച ആളുകള് രണ്ടാം പിണറായി സർക്കാരിനെ സഹിക്കേണ്ടി വരികയാണ്. ഇപ്പൊ 2.5 കൊല്ലമായിട്ട് അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഗവൺമെന്റിന്റെ നേട്ടം എന്ന് ചോദിച്ചാൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടവും ഉണ്ടാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല. കേന്ദ്രത്തില് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് മാത്രം കേരളം ഇങ്ങനെ നിലനിന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര പദ്ധതികളുടെ സഹായം കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ്.
ഒരു ധനകാര്യമന്ത്രിയുണ്ട്, നമുക്കറിയാം, എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു ധനകാര്യമന്ത്രിയാണ്. എന്നാൽ പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു 4 കാശ് കേരളത്തിന് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയും അദ്ദേഹത്തിന്റെ തലയിൽ ഇതുവരെ ഉദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ആയിരുന്നു. തോമസ് ഐസക്കിന്റെ കാലത്ത് ചെയ്തതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ധനകാര്യ മാനേജ്മെന്റാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. സത്യത്തിൽ തോമസ് ഐസക്കിനേക്കാൾ മോശം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ കാര്യത്തിൽ വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം തോമസ് ഐസക്കേ വളരെ മോശമായിരുന്നു. അതിനേക്കാൾ മോശമാണ് നമ്മുടെ ബാലഗോപാലൻ എന്ന് പറഞ്ഞാൽ ആ ബാലഗോപാലനെ ശരിക്കു പറഞ്ഞാൽ എണ്ണ തേച്ച് കുളിപ്പിക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അത്ര മോശമാണ്. എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്, ഇതാണ് പല്ലവി, വേറെ ഒന്നുമില്ല. എന്ത് ചോദിച്ചാലും പറയും കേന്ദ്രം തരുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, അങ്ങനെയാണെങ്കിൽ കേന്ദ്രം എല്ലാം തരണമെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. ഒരു 5 കൊല്ലത്തേക്ക് ഈ കേരളവും കൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നിങ്ങൾ പാട്ടത്തിന് തന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇതെല്ലാം കേന്ദ്രം തരണം, പിന്നെ നിങ്ങളെന്തിനാ ഈ മോതിരത്തുമ്പോ കല്ല് വെച്ചോണോ ഈ പിണറായി വിജയൻ ഇവിടെ ഇരിക്കേണ്ട എന്താ ആവശ്യമുണ്ടോ? എന്താ ആവശ്യമുള്ളത്? എല്ലാം കേന്ദ്രം തരാനാണെങ്കിൽ കേരളത്തിന് ഇങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ? അത് തന്നെ കേന്ദ്രം ഏറ്റെടുത്ത് ഭരിച്ചാൽ പോരെ. ഇത് ഇങ്ങനെ തന്നെയാണ് പോക്കെങ്കിലും മിക്കവാറും അതിനുള്ളൊരു സാധ്യതയെ ഞാൻ കാണുന്നുണ്ട്. കാരണം ആ നിലയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നവകേരള യാത്ര നടന്നു. എന്തായിരുന്നു നവകേരള യാത്രയിൽ പറഞ്ഞത്? ഒരു കാര്യം നടപ്പിലാക്കിയിട്ടില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് പരാതികളാണ് കേരളത്തിലെ ജനങ്ങള് കൊടുത്തത്. ആളുകളൊക്കെ പോയത് മുഖ്യമന്ത്രി നേരിട്ട് വാങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ മുഴുവൻ പരാതി കൊണ്ടുപോയത്. പക്ഷേ ഓരോ സ്ഥലത്തും പ്രത്യേകം കൗണ്ടറുകൾ വെച്ച് ഉദ്യോഗസ്ഥന്മാരാണ് ഈ പരാതികൾ മുഴുവൻ സ്വീകരിച്ചത്. മന്ത്രിമാര് പോലും പരാതി വാങ്ങാൻ തയ്യാറായിട്ടില്ല. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി വലിയ രീതിയിൽ പരാതികളുമായി ചെന്നു. ആ പരാതികളൊന്നും മുഖ്യമന്ത്രി കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പരാതികൾ ഒന്നിനു പോലും തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആരോ പറഞ്ഞു ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിയ ഒരാള്, അയാള് ഒരു പരാതിയുമായിട്ട് പോയി. അവസാനം ആ പരാതിക്ക് മറുപടി കിട്ടിയെന്നാ പറഞ്ഞു. എന്താ വെച്ചാൽ അയാൾക്ക് 500 റുപ്യ കുറച്ച് കൊടുത്തേക്കുന്നുള്ള പരാതി. അതാണ് പരിഹാരം. കാരണം ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഒരു കനിവുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അയാൾ പോയ സമയത്ത് അയാളുടെ പരാതിയിൽ തീർപ്പ് കൽപ്പിച്ച ഒരു കത്ത് കിട്ടിയെന്നാ. എന്താ? 500 റുപ്യ നിങ്ങളുടെ ലോണിൽ നിന്ന് കുറച്ചിട്ടുണ്ടെന്ന്. അയാൾ പറഞ്ഞു അന്ന് എനിക്ക് പണിക്ക് പോയെങ്കിൽ 1000 റുപ്യ കിട്ടിയായിരുന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണോ? ഇതിനു വേണ്ടിയിട്ടാണോ ഈ പരാതികളൊക്കെ വാങ്ങിവെച്ചത്? ആ പരാതികളുടെ ഒക്കെ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? എന്താണ് ആ പരാതിയിൽ നിങ്ങൾ സ്വീകരിച്ച നടപടി? ഇതിനെക്കുറിച്ച് വിശദീകരിക്കണ്ടേ? 1,50,00,000 രൂപയുടെ ബസ്സിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെ യാത്ര നടത്തുകയാണ്, ഒരു ഉല്ലാസയാത്ര. ആലിബാബയിൽ 40 കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ ഒരു പെരുങ്കള്ളനും കുറെ കള്ളന്മാരും കൂടി ചേർന്നുള്ള യാത്ര. അതിങ്ങനെ നല്ല ഒന്നാം തരമായി അലങ്കരിച്ച ബസ്സിൽ എല്ലാ സംവിധാനവും അതിലുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തിന്നാൻ അതിൽ സംവിധാനമുണ്ട്, തിന്നാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം അതിൻ്റെ അകത്തുണ്ട്. എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുള്ള വാഹനം. ആ വാഹനത്തിലാണ് യാത്ര. ഈ ഇത്രയും കോടി മുടക്കിയിട്ട് ഈ വാഹനം എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇവിടുത്തെ പല മന്ത്രിമാരും പറഞ്ഞത്, AK ബാലൻ പറഞ്ഞു അത് മ്യൂസിയത്തിൽ വെക്കാൻ സാധിക്കും. വേറൊരാൾ പറഞ്ഞു ഈ യാത്ര കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ പിണറായി യാത്ര ചെയ്ത വാഹനം കാണാനുള്ള തിരക്കായിരിക്കും. അതായത് ഗുജറാത്തിലെ പട്ടേൽ പ്രതിമയൊക്കെ കാണാൻ പോകും പോലെ നമ്മുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്ത ഈ വാഹനം കാണാൻ ജനങ്ങൾ അങ്ങനെ ഒഴുകിയെത്തുന്ന ബഹുമാനപ്പെട്ട
ജയരാജനോടും AK ബാലനോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് എവിടെയാ ഇപ്പൊ ഉള്ളത് എന്ന് നാട്ടുകാരോടൊന്ന് പറയട്ടെ. ആ സാധനം എവിടെയാ ഉള്ളത്? 1.5 കോടി മുടക്കിയിട്ട് ഇപ്പൊ ഇട്ടിരിക്കുകയാണ്. എവിടെയാണ് ഈ സാധനം ഉള്ളത്? എന്ത് നേട്ടമാണ് നിങ്ങൾ ഈ യാത്ര കൊണ്ട് ഈ സംസ്ഥാനത്തുണ്ടാക്കിയത്? നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? ഏതെങ്കിലും ഒരു നേട്ടം പറ. എന്തെല്ലാം സംവിധാനങ്ങളാൽ ദുരുപയോഗം ചെയ്ത് സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്ത യാത്ര. സ്കൂൾ കുട്ടികളെ പൊരി വെയിലത്ത് കൊണ്ടുപോയി നിർത്തി. എന്തിനാ? മുഖ്യമന്ത്രി പറഞ്ഞു സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട്, അവരൊക്കെ എന്നെ കാണാൻ വന്നതാ. ഇടതുപക്ഷ യൂണിയൻ അധ്യാപക സംഘടന നിർബന്ധിച്ചു കൊണ്ടുപോയി നിർത്തിയതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ? പൊരി വെയിലത്ത്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാ ഞാൻ ആ കുട്ടികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർ വെയിലത്തായിരുന്നില്ല, നല്ല തണലത്താണ് അവർ നിന്നത്. ഇയാളിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇയാൾ ഈ ബസ്സിന്റെ ഉള്ളിലാ. ബസ്സിന് കൂളിംഗ് ഗ്ലാസ് വെച്ച ആ സംവിധാനമാണ് ഉള്ളത്. കാരണം കൂളിംഗ് ഗ്ലാസ് വെച്ച് വെയിലത്തേക്ക് നോക്കിയാൽ വെയിലുണ്ടെന്ന് ആരും പറയുമോ? ഞാൻ ചോദിക്കട്ടെ, അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി പോയി. പൊരി വെയിലത്ത് കുട്ടികൾ നിൽക്കുമ്പോൾ പറയാ വെയിലത്തല്ല. കാരണം എന്താ? ഉപരി ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടിയാ കാണുന്നത്. ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ നല്ല ഒന്നാന്തരം തണലാണ് കാണുന്നത്. ഇതാണ് മുഖ്യമന്ത്രി. കുട്ടികളെ സത്യത്തിൽ ബാലാവകാശ നിയമപ്രകാരം കേസെടുക്കേണ്ടതാ ഇയാളെ പേരിൽ. ഈ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോയി നിർത്തിയ? പിന്നെ പറഞ്ഞു തൊഴിലുറപ്പുകാർ എല്ലാവരും യാത്രയ്ക്ക് വന്നോളണം. തൊഴിലുറപ്പുകാർ ഞാൻ ചോദിക്കട്ടെ, പോയിട്ടില്ലെങ്കിൽ എന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? തൊഴിലുറപ്പില്ലാതാക്കുവോ? തൊഴിലുറപ്പുകാർ മുഴുവൻ വന്നോളണം, നിർബന്ധമാണ്. വന്നിട്ടില്ലെങ്കിലോ എന്നാരോ ചോദിച്ചാൽ പറഞ്ഞു അടുത്ത മസ്റ്ററിൽ നിങ്ങളെ പേരുണ്ടാവില്ല. അടുത്ത മസ്റ്ററിൽ പേരുണ്ടാക്കാൻ ഇത് പിണറായി വിജയന്റെ തറവാട്ടിലെ സംവിധാനമല്ല തൊഴിലുറപ്പ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണ്ടേ? തൊഴിലുറപ്പിനെയും കുടുംബശ്രീയെയും രാഷ്ട്രീയവൽക്കരിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ജാഥയ്ക്ക് ആളെ കൂട്ടാനാണോ ഈ സംവിധാനം നമ്മുടെ രാജ്യത്ത്? ആണോ? അത് സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാ. അത് കുടുംബശ്രീ ആണെങ്കിലും ശരി, തൊഴിലുറപ്പാണെങ്കിലും ശരി, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന സംവിധാന അല്ലേ? എന്നിട്ട് പറയാണ് എന്ത്? തൊഴിലുറപ്പ് തൊഴിലാളികൾ വരണം, നിർബന്ധ. വന്നില്ലെങ്കിൽ അടുത്ത മസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ടാവില്ല. മസ്റ്ററോളിൽ പേരുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടോ, നിങ്ങൾ ആരാ ഇത് പറയാ? ഇപ്പൊ ആളുകൾക്ക് കാര്യം മനസ്സിലായി. കാരണം തൊഴിലുറപ്പുകാരെ കണ്ടു നടത്തുന്ന ഒരു പരിപാടി ഇപ്പൊ വിജയിക്കുന്നില്ല. കാരണം എന്താ? തൊഴിലുറപ്പുകാർക്കൊക്കെ കാര്യം മനസ്സിലായി. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പുകാരിരുത്തി പരിപാടി നടത്താൻ പോയ മരുമകൻ മന്ത്രിക്ക് നാണം കെടേണ്ടി വന്നു. കാരണം മുന്നിൽ കസാരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. കാരണം എന്താ? അത് തൊഴിലുറപ്പുകാരിരുത്തി നടത്തേണ്ട പരിപാടിയായിരുന്നു. കാരണം അവർക്കിപ്പോ കാര്യം ബോധ്യപ്പെട്ടു. പിന്നെ പറഞ്ഞു കുടുംബശ്രീക്കാര് അവരെല്ലാവരും വന്നോളണം. കുടുംബശ്രീക്കാര് പിണറായി വിജയന്റെ യാത്രയ്ക്ക് വന്നില്ലെങ്കിലോ പാവങ്ങളെ പേടിപ്പിച്ചു. ലിങ്കേജ് ലോൺ തരില്ല. അതാണ് ലിങ്കേജ് ലോണ്. ഇടതുപക്ഷ മുന്നണിന്റെ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ലോ ലിങ്കേജ് ലോൺ. ഇവിടുത്തെ നാഷണൽ ബാങ്കുകൾ കൊടുക്കുന്നതാണ്. ആ ബാങ്കുകൾ കൊടുക്കുന്ന ലോണ് തരില്ല എന്ന് പറയാൻ ഈ പിണറായി വിജയന്റെ സർക്കാരിനോ പിണറായി വിജയനോ എന്താ അധികാരമുള്ളത് ഞാൻ ചോദിക്കട്ടെ? അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനോ ഒരു അധികാരം അതില്ല. ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് അത് തിരിച്ചടയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാ. പുരുഷന്മാർക്ക് പണ്ടേ പോലെ അങ്ങനെ ലോൺ കൊടുക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയാൽ വളരെ ചുരുക്കാം. അതുകൊണ്ട് ബാങ്ക് ഇപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താ? കുടുംബശ്രീയിലൂടെ ലോൺ കൊടുക്കുക. അത് കൊടുത്താൽ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കും. എന്താ കാരണം? സ്ത്രീകളാണ് എടുക്കുന്നത്. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് അത് തിരിച്ചടയ്ക്കാതെ യാതൊരു തരത്തിലും അവർക്ക് സമാധാനം കിട്ടൂല. പുരുഷന്മാരാണെങ്കിലോ ഓലെടുത്ത് അന്ന് ബാങ്കിൽ പോവും, പിന്നെ ജപ്തി നോട്ടീസ് വരുമ്പോൾ പിന്നെ പോവും. അതുകൊണ്ട് ഈ കുടുംബശ്രീ ലോൺ കൊടുക്കുന്നത് പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. മറിച്ച് സ്ത്രീകൾക്ക് ലോൺ കൊടുത്താൽ കൃത്യമായ തിരിച്ചടവുണ്ടാകുമെന്ന ബാങ്ക് മാനേജർമാരുടെ താല്പര്യമാണ് അതിന്റെ പിന്നിലുള്ളത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ ആരും ധരിക്കണ്ട. എന്നിട്ട് ഇവരെയൊക്കെ ഭയപ്പെടുത്തിയിട്ടാണ് ജാഥ വിജയിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. 11 സ്കൂളിന്റെ മതിലാണ് ഈ പഹയൻ ഇടിച്ചു നിരത്തിയത്. നിങ്ങൾക്കറിയോ? ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാ?
ഇവിടെ ഇപ്പൊ നമ്മളെ ജാഥ ഇവിടുന്ന് തുടങ്ങുന്നുണ്ട്. ബസ് സ്റ്റാൻഡില്ല, ഒരു മതിലും എവിടെയും പൊളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മതിൽ പൊളിച്ചല്ല വരുന്നത്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണ്ടേ അവർക്കുള്ള ഏർപ്പാട് ഈ മതിൽ പൊളിക്കുക എന്നുള്ളത്. ഈ മതിൽ പൊളിക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM മാറി. 11 വിദ്യാലയങ്ങളുടെ മതിലുകൾ പൊളിച്ചു മാറ്റി. പ്രിയപ്പെട്ടവരെ, ഒന്നും ഇതുവരെ കെട്ടിയിട്ടില്ല. ഞാനിവിടെ അപ്പം ചോദിച്ചപ്പോ പറഞ്ഞു, പൊളിച്ചു മാറ്റിയാൽ എന്താ, അത് കെട്ടിക്കൊടുക്കില്ലേ? ഞാൻ ചോദിക്കട്ടോ, കെട്ടിക്കൊടുക്കുന്നത് തറവാട്ടിലെ പണം എടുത്താണോ? അല്ല, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ നികുതി പണം എടുത്തിട്ടാ ഈ കെട്ടിക്കൊടുക്കുന്നത് അല്ലേ? നിങ്ങളെന്താ ഇത്? നിങ്ങൾക്ക് പൊളിക്കുക, പാവപ്പെട്ടവന്റെ നികുതി എടുത്ത് കെട്ടുക, ഇതാണോ? ഇത് മാത്രമല്ല, വേറൊരു വാർത്ത ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്താ? ഈ യാത്രയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൃത്യമായിട്ട് യാത്രാബത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ അധ്യാപകന്മാരും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും അവരെ DA കുടിശ്ശികയായിട്ട് എത്രയോ ആയിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പൊ 2% കൊടുത്തേക്കെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടോ, ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ UDF ആണ് കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ദിവസം പ്രവർത്തിക്കുകയായിരുന്നോ? ഉണ്ടോ? എവിടെ പോയി മാർക്സിസ്റ്റുകാരന്റെ അധ്യാപക സംഘടന? എവിടെ? ഈ നാട്ടിലെ ഇടതുപക്ഷത്തിലെ അധ്യാപക സംഘടനകളൊക്കെ എവിടെ? അവരുടെ DA കിട്ടിയിട്ടില്ല. 2% കൊടുത്ത് കണ്ണിൽ പൊടിയിട്ട് നിർത്തിയിരിക്കുക. ഇപ്പോ അങ്ങനെയുള്ള സംസ്ഥാനത്ത്, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നാട്ടം തിരിയുന്ന ഒരു സംസ്ഥാനത്ത്, പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്രാബത്ത കൊടുക്കാൻ 40 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുന്നു. 40 ലക്ഷം. മൂപ്പര് ഈ വണ്ടിയിൽ ഇങ്ങനെ നടന്ന് യാത്ര ചെയ്തേ. നിങ്ങളൊന്ന് ആലോചിച്ചു. വേറെ ഒരു പണിയെടുത്തിട്ടില്ല. ഈ വണ്ടിയിൽ കയറിയിരിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് പൗരമുഖ്യന്മാരെ വിളിക്കുക, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ കഴിച്ചിട്ട് പോയതിന് 40 ലക്ഷം റുപ്യ ഇല്ലാത്ത ഓട്ട ഖജനാവെന്ന് എടുത്തിട്ട് ഇപ്പോ ഇവർക്ക് യാത്രാബത്ത കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എന്തേ ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കണ്ടോ? പാവപ്പെട്ട ആ മറിയച്ചേടത്തി പെൻഷന് വേണ്ടി ചട്ടിയെടുത്ത് നടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ മറിയച്ചേടത്തി ചട്ടിയെടുത്ത് നടക്കുക. ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത്. പാവപ്പെട്ട സുരേഷ് ഗോപി കുടുങ്ങിയിരിക്കുക. കാരണം എന്താ വെച്ചാൽ അയാളിപ്പോ ഇങ്ങനെ സർക്കാർ പെൻഷൻ കൊടുക്കാത്തവർക്കൊക്കെ അയാൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നൊരു ഗതികേടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മറിയച്ചേടത്തിക്ക് സുരേഷ് ഗോപി പെൻഷൻ കൊടുക്കുക. വേറെ 2-3 ആളിപ്പോ പെൻഷൻ കിട്ടാൻ റോഡിലിറങ്ങിയപ്പോ അവർക്കും സുരേഷ് ഗോപി കൊടുക്കുക. പിണറായി ഇപ്പൊ ഇതൊരു പൂലാക്കി എടുത്താ. ഞങ്ങൾ ഒരു കാര്യങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പെൻഷൻ കൊടുക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെതാ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാനുള്ള ബാധ്യത നിങ്ങളുടെ സർക്കാരിൻ്റെതാ. അത് സുരേഷ് ഗോപിയുടേതല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഹൃദയ വിശാലത കൊണ്ട് പാവപ്പെട്ടവർ അവര് കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അത് ഒരു പൂലാക്കി മാറ്റുക വേണ്ട. അതിന് വേണ്ട, പെൻഷൻ കൊടുത്തോളണോ? പെൻഷൻ കൃത്യമായി കൊടുക്കണോ? കൊടുക്കാൻ കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോകാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. ഇപ്പോ എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയന്റെ കമ്പനി 1,72,00,000 റുപ്യ മാസപ്പടി വാങ്ങിയിരിക്കുന്നത്. മാസപ്പടി. എന്തൊക്കെ ഏർപ്പാടാ അവർക്ക്? മാസപ്പടി, നോക്കുകൂലി, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഈ ആളുകൾക്കുണ്ട്. ഇപ്പൊ മാസപ്പടി 1,72,00,000 റുപ്യ കരിമണൽ മാഫിയ ഈ പിണറായി വിജയന്റെ കമ്പനിക്ക് കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ബോധ്യമുണ്ട് അവർക്ക് എന്തോ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അല്ലാതെ ആരെങ്കിലും കൊടുക്കുവോ? 1,72,00,000 പോയിട്ട് 1 ലക്ഷം റുപ്യ സംഭാവന കൊടുക്കാൻ പഠിക്കൂ ഇല്ലേ? അവിടെ 1,72,00,000 റുപ്യ കൊടുത്തിരിക്കുക. എന്തിന്? അത് മാസപ്പടി. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ കൊടുത്തത്? പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? ഈ മുഖ്യമന്ത്രിക്കില്ലേ? എന്റെ കൈ ശുദ്ധമാണ്, എനിക്ക് ഈ കൈ നെഞ്ചത്ത് വെച്ച് പറയാൻ സാധിക്കുന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ് അടിച്ചാലൊന്നും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വഴിവിട്ട് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ പിണറായി വിജയൻ, ഇല്ലേ? കേരളത്തിൽ ഇന്ന് വരെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ബിരിയാണി ചെമ്പ് അത് ബിരിയാണി വെക്കാനുള്ള, സ്വർണം കടത്താനുള്ളതല്ല.
ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ മുഖ്യമന്ത്രി, പരിശുദ്ധ ഖുർആനെ പ്രിയപ്പെട്ടവരെ അഴിമതി നടത്താൻ ഉപയോഗിച്ച മുഖ്യമന്ത്രി, അതാണ് പിണറായി വിജയൻ. ഇവിടെ ചില ആളുകൾ ഇപ്പോ ഈ ഖുർആൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പവിത്രമായിട്ടുള്ള മതഗ്രന്ഥമാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാ. ആ ഖുർആൻ ഉപയോഗിച്ച് കള്ളക്കടത്തിന് ഖുർആനെ ഉപയോഗിച്ച മുഖ്യമന്ത്രിയും കൂട്ടരുമല്ലേ ഈ സംസ്ഥാനത്തുള്ളത്? നിഷേധിക്കാൻ സാധിക്കുമോ? നിങ്ങൾ എന്ത് നടപടിയാ സ്വീകരിച്ചത് പറ. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അവസാനം മാസപ്പടിയിലെത്തി നിൽക്കുകയാണ് ഇപ്പോ. ആ മാസപ്പടി വിവാദം ഇപ്പോ അന്വേഷിക്കാൻ തീരുമാനിച്ചു. SFI ആണ് അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രി വിചാരിച്ചു SFI ആണെന്നാ. അതോടെ മൂപ്പർ പറഞ്ഞു എന്നാ അന്വേഷിക്കട്ടെ. കാരണം SFI അന്വേഷിച്ച കാര്യം എല്ലാവർക്കും ബോധ്യമാകുമല്ലോ. SFI ആണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. പക്ഷെ ഇത് സംഗതി അതല്ല. ഇത് വലിയ കുറച്ച് കടുപ്പമുള്ള സാധന. ഈ SFI എന്ന് പറഞ്ഞാൽ അതാണ് അന്വേഷിക്കാൻ പോകുന്നത്. ഈ മൂപ്പര് കേട്ടിട്ടില്ല. മൂപ്പര് SFI എന്ന് പറഞ്ഞു. എന്നാലും നടക്കട്ടെ, എന്റെ കൈ ശുദ്ധമാണ്. SFI അന്വേഷിക്കട്ടെ. SFI അല്ല, SFIO ആണ്. അതുകൊണ്ട് നിങ്ങൾ തമാശയൊന്നും കളിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. നിങ്ങൾക്ക് എന്താ കുഴപ്പം? മുഖ്യമന്ത്രി നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. ആ നിയമം അതിന്റെ വഴിക്ക് പോകാൻ കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നു. എന്താ വന്നത്? അന്വേഷണം തുടരട്ടെ. എല്ലാ അധികാരങ്ങളും SFIക്ക് ഉണ്ട്. അതുകൊണ്ട് അന്വേഷണം തുടരട്ടെ. എല്ലാ തെളിവുകളും ഹാജരാക്കാനുള്ള ബാധ്യത പിണറായി വിജയന്റെ മകൾക്കുണ്ട്, വീണ വിജയനുണ്ട്. അതുകൊണ്ട് എല്ലാം കൊടുത്തോളണം. ഇപ്പൊ കുടുങ്ങിയിരിക്കുക, എല്ലാവരും കുടുങ്ങി. 4 ദിവസമായിട്ട് നല്ല തിളങ്ങി നടന്ന മരുവനെ ഇപ്പൊ എവിടെയും കാണുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഈ അന്വേഷണ ഉത്തരവ് വന്നതിന് ശേഷം അമ്മായിയപ്പനും മരുമോനും ഒരുമിച്ചുള്ള പരിപാടിയൊക്കെ നിർത്തിയിരിക്കുക. പിന്നെ ഒരു കാര്യത്തിൽ പിണറായി വിജയൻ ആശ്വസിക്കുക. എന്താ കാരണം വെച്ചാല് മുഹമ്മദ് റിയാസ് ഇനി വീണ വിജയന തലാക്ക് ചൊല്ലിയില്ല. അതെന്താ കാരണോ? അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുത്തലാക്ക് നിരോധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളാണ് അതിന് ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യേണ്ടത്. കാരണം എന്താണെന്നറിയോ? മുത്തലാക്ക് നിരോധിച്ചുകൊണ്ട് നിങ്ങളെ മോളുടെ ഭാവി സുരക്ഷിത. അല്ലെങ്കിൽ റിയാസാണ് ആള്. മൂപ്പർ ഒരു പെണ്ണിനെ മൊഴി അല്ലിയിട്ടാണ് ഇതിനെ 2ാമത് കെട്ടിയത്, അല്ലേ? ആദ്യത്തെ ഭാര്യനെ തലാക്ക് ചൊല്ലിയതിനു ശേഷമാണ് പിണറായി വിജയന്റെ മകളെ കെട്ടിയത്. ആകെ പിണറായി വിജയനുള്ള ആശ്വാസം മുത്തലാക്ക് നിരോധിച്ചു, ഇനി എന്റെ മോള് വഴിയാതാരാവൂല എന്നുള്ളതാണ്. കാണുന്നില്ല ഇപ്പോ എന്തായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് എട്ടുകാലി മമ്മൂഞ്ഞിയെ പോലെ ഞെളിഞ്ഞു നടന്ന ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മരുമകനെയും ഒന്നും ഇപ്പൊ കാണുന്നില്ല. ഇവിടെ പോയി എന്തായിരുന്നു ഇവര് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത്? ഇന്നലെ അദ്ദേഹം കോഴിക്കോട്ട് വന്നുപോയി. ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികളെ ചോദ്യത്തിന് ഉത്തരം പറയാനാ. ഇവരിപ്പോ മോദിക്ക് പഠിക്കുക. നരേന്ദ്രമോദി പല സ്ഥലത്ത് പോകുന്നതും കുട്ടികളോട് സംവദിക്കുന്നതും കുട്ടികളെ ചേർത്ത് നിർത്തുന്നതും ഒക്കെ അയാൾ കാണുന്നുണ്ട്. അപ്പം എന്നാ പിന്നെ ഞാനും ഒന്ന് തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ അവിടെ കുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം. കുട്ടികളെന്താ ചോദിച്ചത്, ഉത്തരം എന്താ കൊടുത്തതെന്നൊന്നും നമുക്കാർക്കും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് പോകാൻ 1.5 മണിക്കൂർ സമയം വേണ്ടു. എന്താ മുഖ്യമന്ത്രി നിങ്ങൾ പോയില്ല? 3 ആളുകളാണ് അവിടെ വന്യജീവികളുടെ അക്രമം കൊണ്ട് കൊല്ലപ്പെട്ടത്. 3 ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും 2 കൃഷിക്കാരും. ഞാൻ ചോദിക്കട്ടെ, അവിടേക്കൊന്ന് പോണ്ടേ? അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കണ്ടേ? നിങ്ങൾ സാധിച്ചോ? ഇല്ല. എന്തുകൊണ്ട് പോയില്ല? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? എത്ര കാലമായി വന്യജീവി അക്രമം തുടങ്ങിയിട്ട്? നിങ്ങൾ എന്ത് നിലപാടാ സ്വീകരിച്ചത്? നിങ്ങൾ കാട്ടിലൊക്കെ തേക്ക് കൊണ്ടുവച്ച് കുഴിച്ചിടും, കാട്ടിലൊക്കെ വേറെ ഒരു ഉപയോഗമില്ലാത്ത മരം കൊണ്ടൊക്കെ കുഴിച്ചിടും. കാരണം നിങ്ങൾക്ക് പണം കിട്ടാൻ.
കാട്ടിൽ കുഴിച്ചിടേണ്ടത് തേക്കൊന്നുമല്ല. നിങ്ങൾ കുഴിച്ചിടുന്നെങ്കിൽ നല്ല പ്ലാവും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും കുഴിച്ചിട്ട് കൊടുക്കണോ? ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല എന്നിട്ടാ, അതുകൊണ്ടാണ് ഇറങ്ങുന്നത്. ആ ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ വെട്ടി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടോ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്, പുലികൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. പിണറായി വിജയൻ ഈ കാര്യത്തിൽ 1-ാം പ്രതിയാ. 2-ാം പ്രതി ആരാ? രാഹുല, വയനാട്ടിലെ MP. മൂപ്പര് 5 കൊല്ലം കൊണ്ട് ആകെ വയനാട്ടിലേക്ക് പോയത് 5 പ്രാവശ്യമാണ്. നാട്ടുകാർ പറയുന്ന അതിനെക്കാട്ടിൽ നല്ലത് ആനയെന്നാ. ആന 50 പ്രാവശ്യം ഇറങ്ങിയല്ലേ 5 കൊല്ലം കൊണ്ട്. നിങ്ങൾ ആലോചിച്ചു. ഈ രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിന് MP ആയതാ? സ്മൃതി ഇറാനിയോട് അവരെ ഭയന്ന് അവിടുന്ന് ഓടി വയനാട്ടിൽ വന്ന് മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി MP ആയി. നിങ്ങളാണ് അവിടെ പോകാറുണ്ടോ? ഇല്ല. നിങ്ങൾ വയനാടിനെ ഏതർത്ഥത്തിലാണ് കാണുന്നത്? ചില കോമാളികളെ പോലെ ചില സമയത്ത് പ്രത്യക്ഷപ്പെടുക, എന്നിട്ടോ ബിരിയാണി ഉണ്ടാക്കുക, വേറെ ചില സ്ഥലത്ത് പോയിട്ട് പൊറാട്ടി അടിക്കുക, ജീപ്പിന്റെ മുകളിൽ കയറിയിരിക്കുക. ഒരു കോമാളിത്തരമാണ് ബഹുമാനപ്പെട്ട രാഹുൽ താങ്കളിൽ നിന്നുണ്ടാകുന്നത്, അല്ലേ? നിങ്ങൾ MP ആണ്, ഉത്തരവാദപ്പെട്ട MP ആണ്. ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, രാഹുൽ പറയുന്നത് വയനാട്ടുകാർക്കും മനസ്സിലാവില്ല, വയനാട്ടുകാർ പറയുന്നത് രാഹുലിനും മനസ്സിലാവില്ല. അപ്പൊ തന്നെ MP ആയാലുള്ള ഗതി നമുക്കൊക്കെ അറിയാലോ. ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുൽ എവിടെയാണ്? ഇന്നലെ പറയുകയാണ് വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഇല്ല. ആരാ സാർ ഉണ്ടാക്കേണ്ടത്? ആരാണ് ഉണ്ടാക്കേണ്ടത്? 1/2 നൂറ്റാണ്ടുകാലം നമ്മുടെ രാജ്യം ഭരിച്ച കോൺഗ്രസ്, നിരവധി തവണ ഈ സംസ്ഥാനം ഭരിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസിന് എന്താ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ സാധിച്ചില്ല? ആരാ ഉത്തരം പറയേണ്ടത്? നിങ്ങളല്ലേ, അല്ലേ? എന്നിട്ട് മൂപ്പര് പറയാണ് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഇല്ല. ആരാ ഉണ്ടാക്കേണ്ടത്? നിങ്ങളല്ലേ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഇതുവരെ ഒരു വാക്ക് വയനാടിന് വേണ്ടി ഈ MP സംസാരിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വർഷത്തിൽ ഒരിക്കൽ കുറച്ച് കസവും മുണ്ടും കൊണ്ട് വന്ന് ഇവിടെ കൊടുത്ത് സ്ഥലം വിട്ടാ പോരാ. അതല്ല MP-ന്റെ ജോലി. ആണോ? അതാണോ MP-യുടെ ജോലി? അതുകൊണ്ട് MP-യുടെ ജോലി ചെയ്യണം. ആ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇപ്പൊ വയനാട്ടുകാർ പറയാണ്, ഇനി ഇയാൾ ഇങ്ങോട്ട് വരണ്ട, ഇനി ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ വീണ്ടും അവിടെ തന്നെ നിൽക്കേണ്ട ഗതികേടില്ല, കാരണം വേറെ എവിടെയും നിൽക്കാൻ സ്ഥലമില്ല. അമേഠി മൂപ്പർ ഉപേക്ഷിച്ചു, റായ്ബറേലി അമ്മയെ ഉപേക്ഷിച്ചു, അമ്മ രാജ്യസഭയിലേക്ക് പോയി. ഇതാണ് അവസ്ഥ. എന്താ കാരണം? ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ഈ നേതാക്കൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, ഈ 2 കൂട്ടരും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുക. രാഹുലിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും പാർലമെന്റിൽ പ്രത്യക്ഷപ്പെടും. എവിടെയാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? എന്തിനാണ് പോകുന്നത്? എപ്പോഴാണ് തിരിച്ചു വരിക എന്നൊന്നും പറയാതെ ഇടയ്ക്ക് സ്ഥലം പെടുന്ന ആളാ. ആര്? രാഹുൽ. കഴിഞ്ഞ വർഷവും പാർലമെന്റ് സമ്മേളനത്തിൽ എന്താ ചെയ്തത്? അവിടെ പോയി ഒരു പ്രസംഗം നടത്തി. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പ്രധാനമന്ത്രിനെ പോയിട്ട് ഒരൊറ്റ കെട്ടിപ്പിടുത്തു. അദ്ദേഹം തന്നെ അമ്പരന്ന് പോയി. ഇതെന്താ കഥ? കാരണം ഒരു പാർലമെന്റ് മെമ്പർ പ്രസംഗിച്ചതിന് ശേഷം ഓടിപ്പോയി പ്രധാനമന്ത്രിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന കോൺഗ്രസ് നേതാവിനെ നോക്കി കണ്ണൊന്ന് ഇറുക്കി കാണിച്ചു. ഞാൻ ചോദിക്കട്ടോ, കണ്ണ് ഇറുക്കി കാണിക്കാനുള്ള സ്ഥലമാണോ ഇന്ത്യൻ പാർലമെന്റ്? ആണോ? ഈ കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയ സ്ഥലമാണോ ഈ രാജ്യത്തിന്റെ പാർലമെന്റ്? എന്ത് കോമാളിത്തരാ കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇയാള് ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഇതൊന്നും ചിന്തിക്കാനോ ചോദിക്കാനോ ഇവിടെ ആരുമില്ല. ഇതൊന്നും കേരളത്തിലെ നമ്മുടെ മാധ്യമങ്ങൾ കണ്ടാൽ മിണ്ടുകയില്ല. കാരണം ഇയാൾ കഴിഞ്ഞ തവണ എന്താ ചെയ്തത്? പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ആർക്കെതിരെ? പ്രധാനമന്ത്രിക്കെതിരെ. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പാക്കി ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനം കവർന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിക്കെതിരെ അവിശ്വാസ പ്രമേയവും. ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് നിങ്ങൾ നോക്കണോ,
ആ പ്രമേയം സാധാരണ അവിശ്വാസ പ്രമേയം പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരൂ ഇല്ലേ? അതിനൊന്നും ഒരു തടസ്സമില്ല, അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാ. അവിശ്വാസ പ്രമേയം കൊണ്ടുവരട്ടെ. പക്ഷെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ എന്താ? ജനാധിപത്യ മര്യാദ അനുസരിച്ച് ആ പ്രമേയത്തിന്റെ മുകളിൽ ചർച്ച നടക്കും. ആ പ്രമേയത്തിൽ പാർലമെന്റ് അംഗങ്ങളുടെ ചർച്ച നടക്കും. അനുകൂലിച്ച് പ്രമേയത്തെ എതിർത്ത് ചർച്ചകൾ നടക്കും. അത് സ്വാഭാവിക. ആ ചർച്ചയ്ക്കൊടുവിൽ എന്താ സാധാരണ സംഭവിക്കുക? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, സഭാ നേതാവ് ആ അവിശ്വാസ പ്രമേയത്തിന് മറുപടി പറയും. സഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയും. അതാണ് ജനാധിപത്യ കീഴ്വഴക്കം അല്ലേ? എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ചർച്ചയ്ക്ക് മറുപടി പറയാൻ എഴുന്നേറ്റപ്പോ നാണം കെട്ട രാഹുലും കൂട്ടരും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതെന്താ തമാശ കളിക്കാനുള്ള സ്ഥലം? ഒരു ഗവൺമെന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരിക, ആ അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുക, ആ ചർച്ചയ്ക്ക് മറുപടി പറയാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോ അത് കേൾക്കാതെ ഇറങ്ങിപ്പോവുക. അവിശ്വാസ പ്രമേയം കുട്ടിക്കളിയാണെന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? കാരണം പ്രധാനമന്ത്രി എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് അവിടെ ആർക്കും ഇരിക്കാൻ പറ്റൂല എന്ന് ഓർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ഇവർ പോന്ന പോക്കിലോ എന്താ ചെയ്ത്? പോന്ന പോക്കില് വനിതാ പാർലമെന്റ് അംഗങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് നോക്കി ഒരു ഫ്ലൈങ് കിസ്. ആര്? രാഹുൽ ഗാന്ധി. ഞാൻ ചോദിക്കട്ടെടോ, ഫ്ലൈങ് കിസ് കൊടുക്കാനുള്ള സ്ഥലമാണ് പാർലമെന്റ്. അതിന് ഒരുപാട് സ്ഥലം വേറല്ലേ? ഈ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർമാരും സ്മൃതി ഇറാനിയെ പോലെയുള്ള മന്ത്രിമാരും ഇരിക്കുന്നിടത്തേക്ക് നോക്കി ഫ്ലൈങ് കിസ് കൊടുക്കുകയാണ്. ആര്? രാഹുൽ. അയാളെ ഞാൻ കുറ്റം പറയൂല. കാരണം എന്താ വെച്ചാൽ പ്രായം കുറയായി. നമ്മൾ വിചാരിക്കും ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുമെങ്കിലും മൂപ്പന 10-55 വയസ്സായി. ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് സോണിയെ ചെയ്യിച്ചു കൊടുത്തില്ല. അതായിരുന്നു ചെയ്തു കൊടുക്കേണ്ടത്. കാരണം ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആരായാലും ശരി, രാഷ്ട്രീയ നേതാവാന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിക്കേണ്ട സമയം കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അത് സോണിയാഗാന്ധി ചെയ്തില്ല. അതുകൊണ്ട് ഇയാൾ ഇങ്ങനത്തെ എല്ലാ കോപ്രായത്തരവും കാണിച്ചിങ്ങനെ നടക്കുക. പക്ഷെ അത് പാർലമെന്റ് പറ്റൂല. പാർലമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്. ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കാനുള്ള സ്ഥലമല്ല അത്. ഒന്നുകിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, ഫ്ലൈങ് കിസ് വേണ്ട, ഒറിജിനൽ കിസ് തന്നെ നടത്തിക്കുക. പിന്നെയോ ഇനി അതിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമല്ലേ നിങ്ങൾ കേരളത്തിലേക്ക് വാ. ഇവിടെ മാർക്സിസ്റ്റുകാരൻ ചുംബന സമരം നടത്തുന്ന സ്ഥലം, നിങ്ങളെ അതിനെ ഏർപ്പാട് ചെയ്തു തരാം. അതുകൊണ്ട് ദയവ് ചെയ്ത് പാർലമെന്റിൽ ഈ തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാൻ പാടില്ല. പാർലമെന്റ് എന്ന് പറയുന്നത് അത് പവിത്രമാണ്. അത് ഈ രാജ്യത്തിലെ 140 കോടി ജനങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന പരമോന്നത സഭയാണത്. ആ സഭയിൽ നിങ്ങൾക്ക് വേണ്ടത്ര കാണിക്കാനുള്ളതല്ല. അതുകൊണ്ട് സോണിയയുടെ അതുപോലെ തന്നെ രാഹുലിൻ്റെയൊക്കെ അവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യ സഖ്യമല്ല, ഇന്ത്യ സഖ്യം പറഞ്ഞ് പൊതിച്ച് ആകെ ആരാ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത്? നിതീഷ് കുമാറാ. മൂപ്പര് പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിപ്പോയി. മൂപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അബദ്ധം പറ്റലുണ്ട്. ഈ പ്രാവശ്യം ഒരു അബദ്ധം കൂടി പറ്റി. അവസാനം മൂപ്പര് പറഞ്ഞു ഇനി ഇട്ടാൽ അബദ്ധം എനിക്ക് പറ്റൂല, ഞാൻ തിരിച്ചു വരിക. മൂപ്പര് NDA-യിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഓരോരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? BJPക്ക് ഇപ്പോ BJPയുടെ ആളുകൾ BJPയിലേക്ക് നിരന്തരമായിട്ട് വരിക. ആരൊക്കെയാ വരുന്നത്? ആകെ മഹാരാഷ്ട്രയിൽ ഒരു തുരുമ്പാഴി ഉണ്ടായിരുന്നത്, അദ്ദേഹം BJPയിലേക്ക് വന്നു. മധ്യപ്രദേശിൽ 2 ആളിങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം, ആരാന്നറിയോ നിങ്ങൾ? ഒന്ന് കമൽനാഥാ, രണ്ടാമത്തത് കമൽനാഥിൻ്റെ മോനാ. 2 ആളും റെഡിയായിട്ട് നിൽക്കുക. ഒരു രാവുകാലം കഴിയാൻ നിൽക്കുക. അടുത്ത് തന്നെ BJPയിലേക്ക് വരുവാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് ഒഴുക്കാണ്. ഓരോ പ്രദേശത്തിനും അനുസരിച്ച് ആളുകൾ വരികയാണ്. ഈ
യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയും കാണാം ധാരാളം ആളുകൾ തയ്യാറായി വന്നിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് രാജ്യത്താകമാനം നടക്കുന്ന പ്രതിഭാസമാണ്. എന്തുകൊണ്ട്? ഈ രാജ്യത്തെ നയിക്കാൻ ഇനി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ കഴിയൂ എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കേരളം BJPക്ക് അപ്രാപ്യമല്ല. ഈ കേരളം എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബാലികേറ മലയല്ല. ഇവിടെ BJP ജയിക്കും. ഇപ്പോഴല്ല, എന്നോ ജയിക്കേണ്ടതാ. എന്നോ ജയിക്കുകയായിരുന്നു പലരും. പക്ഷെ നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയം കൊണ്ടാണ് ജയിക്കാത്തത്. നിങ്ങളൊരു തീരുമാനം എടുക്കുവോ? ഒരു തീരുമാനം നിങ്ങൾ എടുക്കുവോ? ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ നിരവധി പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും ലോകസഭയിലെത്തുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ ഒറ്റ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളെ ചിഹ്നത്തിനെ വോട്ട് ചെയ്യൂന്നുള്ളേ. അതെടുക്കുവോ? കോൺഗ്രസുകാർ കൈപ്പത്തിക്കും CPM-കാർ ചുറ്റികരിവാൾ നക്ഷത്രത്തിനും മാത്രമേ വോട്ട് ചെയ്യൂ എന്ന തീരുമാനം നിങ്ങൾ എടുത്താൽ കേരളത്തിലെ 10 ലോകസഭാ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് പോകും. യാതൊരു സംശയവും വേണ്ട. പക്ഷെ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ല. എങ്ങനെയാ സുഹൃത്തുക്കളെ BJP തോൽക്കുന്നത്? ഇപ്പം ഞങ്ങൾ കുറച്ച് കൂടുതൽ ശക്തരാണ്. കാരണം ദേശീയ ജനാധിപത്യ ശക്തിയാണ്. ഞങ്ങളോടൊപ്പം ഒരുപാട് പാർട്ടികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവർ ചെറിയവരാവാം, വലിയവരാവാം, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇന്നൊരു മുന്നണിയാണ്. കാരണം എന്താ? കേരളം മുന്നണി രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാണ്. ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ കേരളത്തിൽ ഈ 2 മുന്നണികൾക്കും ബദലായി മൂന്നാമതൊരു മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം അതിവിടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. അതുകൊണ്ട് മുന്നണിക്ക് ബദലായി മുന്നണി, അതാണ് കേരളം ഇനി കാണാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ക്രോസ് വോട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ കാണുന്നു. ഇത് അവസാനിക്കണം. കേരളത്തിൽ ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം കേരളം ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഞാനിത് വെറുതെ പറയുകയല്ല. പല സർവേകളും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കേരളം, അതായത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും ഒക്കെ ഉരുക്ക് കോട്ട എന്ന് പറയുന്ന ഈ കേരളത്തിൽ, മുസ്ലിം ലീഗിൻ്റെ ഉരുക്ക് കോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ 36% ജനങ്ങൾ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ സ്നേഹിക്കുന്നു എന്നാണ് സർവേ റിപ്പോർട്ട്. ആ 36% നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നുവെങ്കിൽ BJPക്ക് വിജയിക്കാൻ സാധിക്കുന്ന അവസരം വരുമ്പോ ഒരു സംശയവും വേണ്ട, അവര് ഈ ദുഷിച്ചു നാറിയ 2 മുന്നണികളെയും കേരളത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ദേശീയ ജനാധിപത്യ സഖ്യത്തെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരും. എന്തുകൊണ്ടാണ്? മോദിയോട് വെറുതെയുള്ള സ്നേഹം അല്ല. നരേന്ദ്രമോദിയുടെ ആ 56 ഇഞ്ച് നെഞ്ചളവും ഉയരവും ഒക്കെ കണ്ടിട്ട് മോദിയെ സ്നേഹിക്കുകയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ സൗന്ദര്യമുള്ള ഒരുപാട് ആളുകൾ വേറെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടല്ല. അദ്ദേഹം ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഞാൻ ചോദിക്കട്ടെ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു കൊല്ലത്തിൽ 6000 രൂപ അവരുടെ അക്കൗണ്ടിലൂടെ വാങ്ങിയിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. ഇല്ലേ? ഞാൻ ചോദിക്കട്ടോ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തില് ഈ രാജ്യത്ത് ഒരുപാട് സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സർക്കാർ ഈ തരത്തില് പാവപ്പെട്ടവന്റെ കർഷകന്റെ അക്കൗണ്ടിലേക്ക് ഇതുവരെ പണം ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരൊറ്റ ആളെ ചെയ്തിട്ടുള്ളൂ, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഈ ഇരിക്കുന്നവരിൽ പലരും അത് വാങ്ങുക. ഞാൻ കഴിഞ്ഞ ദിവസം ബൂത്ത് വിജയയാത്രയ്ക്ക് പോയപ്പോൾ ഒരു ബൂത്തിൽ 70 വീടുകളിൽ ഞാൻ സമ്പർക്കം ചെയ്തപ്പോൾ ആ 70 വീടുകളിൽ 68 വീടുകളിലും പ്രിയപ്പെട്ടവരെ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നു. അവർ നരേന്ദ്രമോദിയെ സ്നേഹിക്കുക സ്വാഭാവിക. നിങ്ങളെന്താ സ്നേഹിക്കാത്തത്? നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല. മറിയക്കുട്ടിച്ചേടത്തി
പിച്ചച്ചട്ടി ഉപയോഗിച്ച് തെരുവിലൂടെ നടക്കുക. ആ ചേട്ടത്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ. ഇല്ല. അവരാരെയാ സ്നേഹിക്കുക? അവർ നരേന്ദ്രമോദിയെയാണ് സ്നേഹിക്കുക. ഇതാണ് കാരണം, വെറുതെ അല്ല. ഇവിടെ പറഞ്ഞല്ലോ എത്രയെത്ര പദ്ധതികൾ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാര്, അഭ്യസ്ത വിദ്യര്, തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം, അല്ലേ? അവർക്ക് തൊഴിലുണ്ടോ? കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഗവൺമെന്റ് യാത്ര നടത്തിയതുള്ളൂ. എന്താ പ്രയോജനം? തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, ഏത് വ്യവസായ സംരംഭം കേരളത്തിൽ തുടങ്ങിയത്? ഒന്ന് പറ. ഏതെങ്കിലും ഒരു വ്യവസായ സംരംഭം കേരളത്തിൽ തുടങ്ങിയോ? 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ല. കേരളത്തില് 100 കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്ത സ്ഥാപനമായിരുന്നു കിറ്റക്സ്. ആ കിറ്റക്സ് പൂട്ടിക്കെട്ടി പോയി. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിന്ന് ആരാ ഉത്തരവാദി? BJP ആണോ? ദേശീയ ജനാധിപത്യ സഖ്യമാണോ? പറയട്ടെ. അതുപോലെ എത്രയെത്ര സ്ഥാപനങ്ങൾ. കോഴിക്കോട്ടെ കോൺട്രസ്റ്റ് പൂട്ടിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി സമരം നടക്കുന്നു? പാവപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സാധിച്ചില്ല എന്ന് മാത്രമല്ല, ആ കോൺട്രസ്റ്റ് ചുളുവിൽ തട്ടിയെടുക്കാനുള്ള നീക്കമാണ് പ്രിയപ്പെട്ടവരെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ എത്ര കഥകൾ. കേരള സോപ്സ് ആൻഡ് ഓയിൽ കൂട്ടിക്കിടക്കുക. കേരളത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് സോപ്പുണ്ടാക്കി കൊടുത്ത സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയോ വിവരം? ബ്രിട്ടീഷ് രാജ്ഞിക്ക് സോപ്പുണ്ടാക്കി കൊടുത്ത സ്ഥലം കൂട്ടിപ്പോയി. ആരാ ഉത്തരവാദി? മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഉത്തരവാദി. നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? നിങ്ങളുടെ ഭരണത്തിൽ ഒരു സ്ഥാപനം പുതുതായി തുറക്കുന്നില്ല എന്ന് മാത്രമല്ല, നിരവധി സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയതിന്റെ പിന്നാമ്പുറം കഥകളാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് പൂട്ടി. ബാബൂരിലെ വോളിയറയൻസ് പൂട്ടി. 100 കണക്ക് ഹെക്ടർ സ്ഥലമാണ് കിടക്കുന്നത്. ഞാൻ ചോദിക്കട്ടോ, ഈ 5 പൈസ തരുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ നാണം കെട്ട ബാലഗോപാലിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ മാവൂർ വോളിയറയൻസിന്റെ സ്ഥലത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ നമുക്ക് സാധിക്കില്ലേ? ഇല്ലേ? നിങ്ങൾ എന്തിനു വേണ്ടിയാ ഭരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ഭരിക്കുന്നത്? നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാ, അല്ലാതെ ഈ രാജ്യത്തിലെ സാധാരണക്കാരന് വേണ്ടിയല്ല. ആ ഗണത്തിലല്ല ബഹുമാന്യനായ മോദിജി. അദ്ദേഹം ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി അവർക്ക് തൊഴിൽ സംരംഭം തുടങ്ങാൻ മുദ്രാ യോജന എന്ന പദ്ധതി നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. മുദ്രാ യോജനയിൽ ഏറ്റവും കൂടുതൽ ലോൺ എടുത്ത ജില്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജില്ലയായ മലപ്പുറമാണ് എന്നാണ് പറയുന്നത്. മുദ്രാ യോജന ഈ രാജ്യത്തിലെ പാവപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി ഉജ്ജ്വൽ യോജന പ്രഖ്യാപിച്ച ഗവൺമെന്റ് അതാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഗ്യാസ് കണക്ഷൻ സൗജന്യമായിട്ട് നൽകുക. കൊടുത്തില്ലേ? എത്ര പേർക്ക് കിട്ടി? ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത്തരം വീടുകൾ കണ്ടെത്താൻ സാധിച്ചു. ഗ്യാസ് കണക്ഷൻ ലഭിച്ചിട്ടുള്ള വീടുകൾ കാണാൻ സാധിച്ചു. സൗജന്യമായി. ഇതൊരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല. ഈ രാജ്യത്തിലെ അമ്മമാരും സഹോദരിമാരും അടുപ്പിൽ ഊതി കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖം വന്ന് അവർ കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ ഒരു ഗവൺമെന്റിന് മനസ്സുണ്ടായി. അതാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ എത്രയെത്ര ഉജ്ജ്വല യോജന, കിസാൻ സമ്മാൻ നിധി, മുദ്രാ യോജന, അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഏതാണ്ട് 80 കോടിയിലധികം വരുന്ന ആളുകൾക്ക് സൗജന്യമായി അരി നൽകിയിട്ടുള്ള ഗവൺമെന്റ് ഏതാ ഗവൺമെന്റ്? നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. കോവിഡ് ദുരിതകാലത്ത് ഈ രാജ്യത്ത് ആരും പട്ടിണി കിടന്നിട്ടില്ല. നരേന്ദ്രമോദിയുടെ അരി ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നരേന്ദ്രമോദി ഗവൺമെന്റിനെ
ഈ രാജ്യത്തിലെ ജനങ്ങൾ സ്നേഹിക്കുന്നു. നമ്മുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദർജി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ജയ് ജയ് എൻഡിഎ, ജയ് ജയ് സുരേന്ദർജി.